സേതുരാമയ്യർ. അതെ, ഞാൻ സായികുമാർ, CBI ജോയിന്റ് ഡയറക്ടർ ആയിരുന്ന മിസ്റ്റർ പണിക്കരുടെ നെഫ്യൂ. ഓ IPS അല്ലേ? യെസ് സർ. മിസ്റ്റർ പണിക്കർ പറഞ്ഞിരുന്നു സായിക്ക് ഇപ്പൊ എവിടെയാണ് ഡ്യൂട്ടി? അല്ല സർ, ഞാനിപ്പോ സ്പെഷ്യൽ ബ്രാഞ്ചില. ഒന്ന് ബാംഗ്ലൂർ വരെ പോവാ ഫ്രണ്ടിന്റെ മാരേജിന്. സാറെന്താ ഇവിടെ? ഞാൻ ഇങ്ങോട്ട് ഇപ്പൊ ട്രാൻസ്ഫർ ആയി. ആണോ സർ? എനിക്ക് സാറിനോട് ഒരു മാറ്റർ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അമ്മാവൻ സാറിനോട് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു. യെസ് ഐ റിമെമ്പർ. മിസ്റ്റർ പണിക്കർ പറഞ്ഞിരുന്നു സായിക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന്. യെസ് സർ, റിയലി എ ബിഗ് പ്രോബ്ലം. ഓഫീസിലേക്ക് വരൂ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് വരാം സർ. Okay, but make sure that I am there before you come. Sure sir, ഞാൻ വിളിച്ചിട്ടേ വരൂ. All right. സായി ബാംഗ്ലൂരിൽ നിന്ന് എത്തി? ഇന്നലെ സർ. ഇരിക്കെ. താങ്ക് യു സർ. എന്തോ ഉണ്ടല്ലോ സായിയുടെ മനസ്സിൽ. ഉണ്ട് സർ. തുടങ്ങാനാണോ പ്രശ്നം? No formalities. You can start. അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം സാറിനോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സാർ അത് കേട്ടാൽ മാത്രം പോരാ, ഒരു സൊല്യൂഷൻ കൂടെ ഉണ്ടാക്കണം. ആദ്യം കേൾക്കട്ടെ. അനിത, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. ഒരു കമ്പനി എക്സിക്യൂട്ടീവാ. അനിതയുടെ വീട്ടുപേര് അണിമംഗലം. ആ കുടുംബവുമായി എനിക്കൊരു ഡിസ്റ്റന്റ് റിലേഷൻ ഉണ്ട്. ഉദ്ദേശം 4 വർഷം മുമ്പ് അവിടെ ഒരു മരണം നടന്നു. ആ കുടുംബവുമായി ബന്ധമുള്ള കുട്ടിയല്ല, 3-4 ദിവസം താമസിക്കാൻ വന്ന ഒരു ബ്രാഹ്മൺ കുട്ടിയാ മരണപ്പെട്ടത്. ഹർ നെയിം വാസ് മൈഥിലി. എങ്ങനെയോ കാല് തെറ്റി സ്റ്റെപ്പിൽ നിന്ന് വീണപ്പോഴുണ്ടായ ആക്സിഡന്റൽ ഡെത്ത് ആണെന്നൊരു പക്ഷം. അല്ല, എന്തോ കണ്ട് ഭയന്ന് ഓടുമ്പോൾ വീണതാവാം എന്നൊരു പക്ഷം. അതുമല്ല, ഏതോ സൂപ്പർ നാച്ചുറലിന്റെ ഭൂതം, പ്രേതം, പിശാച്ച്, സംതിങ് ലൈക്ക് ദാറ്റ്, അതിന്റെ ഇൻഫ്ലുവൻസ് ആണോ മരണത്തിന്റെ കാരണം എന്നൊരു പക്ഷം. സായി ഏത് പക്ഷത്താ? ഒന്നിലും ഞാൻ വിശ്വസിക്കില്ല സർ. ഐ തിങ്ക് ഇറ്റ് വാസ് എ പ്രീ മെഡിറ്റേറ്റഡ് മർഡർ. എന്തായിരുന്നു അന്വേഷിച്ച പോലീസിന്റെ ഒപ്പീനിയൻ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തായിരുന്നു? ശക്തമായ വീഴ്ച മൂലം ഉണ്ടായ ഹെഡ് ഇഞ്ചുറി, അതാണ് മരണകാരണം. പോലീസിന്റെ അന്വേഷണം എവിടെ എത്തിയില്ല. പുറത്ത് പറഞ്ഞില്ലെങ്കിലും മരണത്തിന് പിന്നിൽ ഏതോ പ്രേതോ പിശാചോ ആണെന്നാ പോലീസ് വിശ്വസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പോലീസ് പ്രോപ്പറായിട്ട് അന്വേഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെന്താ അങ്ങനെ? പറയാം സർ. സംഭവത്തിന്റെ അടുത്ത ദിവസം ഞാൻ അണിമലത്ത് പോയിരുന്നു. എന്റെ ഐഡന്റിറ്റി ഒന്നും വരുന്ന ഡിവൈഎസ്പിയോട് പറയാൻ നിൽക്കണ്ട സാർ. സുധീരൻ സാറേ, ചായ. ഈ DYSP ധനപാലൻ ആളെങ്ങനെയാ? ഇപ്പൊ വരും, അപ്പൊ അറിയാം. സുധീരൻ, ലോക്കൽ SI ആണ് സാർ. ഇതാരാ? ഞാൻ സായികുമാർ, ഇവിടത്തെ ഒരു ബന്ധുവാണ് സാർ. ഓ, ഇവരൊക്കെ? ഇത് ശങ്കരേട്ടൻ, ഇവിടുത്തെ കാരണവരാ. ഇത് ഡോക്ടർ കൃഷ്ണൻ നായർ, അളിയൻ അനിയത്തിയുടെ ഭർത്താവാ. ഇതോ? ഇതെന്റെ അടുത്ത സുഹൃത്ത് ഡോക്ടർ ബാബു, നാഷണൽ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥനാ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? കഴിഞ്ഞു. ബോഡി പെൺകുട്ടിയുടെ പേരൻസിന് വിട്ടുകൊടുത്തു. അതിന്റെ സംസ്കാരവും കഴിഞ്ഞു. ബോഡി കിടന്നത് എവിടെയാ? അകത്ത്, സ്റ്റെപ്പിന് താഴെ. ബോഡി കിടന്നതിന്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് സാർ. ഡീറ്റെയിൽ ആയി എടുത്തിട്ടുണ്ട്. വീട്ടിലെല്ലാവരുടെയും മൊഴി എടുത്തു സാർ.
ഈ മുറി ഒന്ന് തുറക്കണമല്ലോ. അത് പൂജാമുറിയാ. പരദൈവങ്ങളുടെ വാളും ചെലമ്പും തിരുവാഭരണങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം. തുറക്കണം. അതിങ്ങെടുത്തോ സാർ. തിരുവാഭരണമാണ് സാർ. കൈസർ, എന്താടോ പട്ടി പട്ടി? പട്ടി എന്തിനാടോ ഇങ്ങനെ കുരയ്ക്കുന്നേ? കൊരക്കല്ല സാർ, ഇതിന് ഓളിയിടുക എന്ന് പറയാ. അയ്യോ, പോലീസ് പട്ടി എന്തിനാടോ ഓളിയിടുന്നേ? മറ്റേത് കണ്ട ഏത് പോലീസ് പട്ടി ഓലി? എന്ത് മറ്റേത്? പ്രേതം. പ്രേതോ? ആ, ഭഗവാനേ. ഇൻട്രസ്റ്റിംഗ്. എന്നിട്ട് ഈ ഡിവൈഎസ്പി ധനപാലൻ ഇപ്പോഴും സർവീസിലുണ്ടോ? ഉണ്ട് സർ. പിന്നീടും ആ കുടുംബത്തിൽ പല ദുർനിമിത്തങ്ങളും നടന്നു. പലർക്കും നനച്ചിരിക്കാതെ ആക്സിഡന്റ്സ്, അസുഖങ്ങൾ, ദുർമരണങ്ങൾ, വിവാഹ മുടങ്ങൽ, അങ്ങനെ പലതും. സായിയുടെ വിവാഹം നടന്നോ? ഇല്ല സർ. കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾ തീർത്ത ശേഷം മതിയെന്ന അനിതയുടെ വീട്ടുകാരുടെ അഭിപ്രായം. അന്ന് ആ പോലീസ് പട്ടി പൂജാമുറിയിൽ കാണിച്ച വെപ്രാളം, ഇറ്റ് വാസ് ടെറിബിൾ. എന്താ സർ അതിന്റെ കാരണം? മനുഷ്യർക്ക് കാണാൻ കഴിയാത്തത് പട്ടിക്ക് കാണാൻ കഴിയും എന്ന് പറയുന്നതിൽ വല്ല വാസ്തവമുണ്ടോ? സർ, ഇനി ആ വീട്ടുകാർ കാണാത്ത ജ്യോത്സ്യന്മാരില്ല, ചെയ്യാത്ത പൂജകളോ മന്ത്രവാദങ്ങളോ ഇല്ല. അവസാനം വളരെ ബുദ്ധിമുട്ടി ആ കാപ്ര വലിയനാരായണ വരെ കൊണ്ടുവന്നു. ആരായി കാപ്ര? കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ മന്ത്രവാദി. ആരെന്തൊക്കെ പറഞ്ഞാലും എന്റെ യുക്തിക്ക് വഴങ്ങാത്ത ഒന്നിനെയും സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ കാപ്രയുമായി എനിക്ക് വഴക്കേണ്ടി വന്നു. പക്ഷെ അതിന്റെ റിയാക്ഷൻ വളരെ ഹൊറിബിൾ ആയിരുന്നു സർ. ഇറ്റ് വാസ് എ നൈറ്റ് മെയർ. ഓർക്കുമ്പോ ഇപ്പോഴും